അപ്പോഴത്തേ നമ്മൾ ജോധ്പൂരിനുള്ള യാത്രയിലാണ് കേട്ടോ. ദേവിയുടെ ആശ്രമത്തിലാണ് ഞാനുള്ളത്. കാണുന്നത് ആ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയാണ്, ആശ്രമത്തിലെ പ്രതിഷ്ഠയാണ് ആ കാണുന്നത്. അപ്പോഴത്തേ ഇവിടെയാണ് ആശ്രമം. മനോഹരമായ രീതിയിൽ ഒരാശ്രമം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, നിറയെ ചെടികൾ അത് വെട്ടി നിർത്തി എല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, നിറയെ ചെടികളാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ആ ഒരു പ്രതിഷ്ഠ. എന്നോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞി സൈക്കിളും തേണ്ടിരിക്കുന്നത്. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അവൾക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുക്കണം. എഴുന്നേറ്റോ മോള്? അവളെ എഴുന്നേറ്റ് കേട്ടോ. ഞാനിന്ന് ഈ ആശ്രമത്തിൽ തങ്ങിയിട്ട് നാളെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയൊരു 118 കിലോമീറ്ററാണ് നമുക്ക് ജോധ്പൂരിനുള്ളത്. സമയം രാവിലെ 5 മണി. ഇതാണ് അവസ്ഥ. ഫുള്ള് മഴ. ആശ്രമത്തിൽ മൊത്തം മഴയാണ്. ഒത്തുപേലാത്ത വെള്ളത്തിലായി. അല്ല, സൈക്കിൾ ഞാൻ അവിടെ കൊണ്ടുപോയി ഒരു പോസ്റ്റേ ചാരി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്താ ചെയ്യുക എന്നൊരു വൃത്തവും ഇല്ല. കാറ്റടിച്ച് മറിയായിരുന്ന ഭാഗ്യം. വമ്പം മഴയും കാറ്റുമാണ്. പോലെ കൊടിയൊക്കെ കിടന്ന് പാർന്നുണ്ട്. ഭയങ്കര ഇടിവാളുമായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പം തീരുമായിരിക്കും. രാവിലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ഹൈവേ ആണ് കേട്ടോ. കുഞ്ഞു കിടന്ന് പറഞ്ഞു. ഞാനിവിടെയാണ് കിടക്കുന്നത്. നല്ല ഉറക്കത്തിലായിരുന്നപ്പോഴാണ് ഒരു ഇടി വെട്ടിയത്. പോസ്റ്റിൻ്റെ അവിടെയാണ് സൈക്കിൾ ഇരിക്കുന്നത്. ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കയറൊന്നുമില്ല, അല്ലെങ്കിൽ കയർ വെച്ച് കെട്ടി വെക്കായിരുന്നു. ഇനിയിപ്പോൾ നാളെ എവിടുന്നേലും കയറെടുക്കണം. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴക്കാലമാണ്. അതുതന്നെയാണ് രാജസ്ഥാനിലെ അവസ്ഥ. അപ്പോൾ ഈ മഴയത്ത് നല്ല തണുപ്പത്ത് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.